നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് 100 വർഷം പഴക്കം ചെന്ന ഒരു തറവാട്ടിന്റെ ഫ്രണ്ടിലാണ്. മാങ്കാവ് കളം. അതായത് ഇപ്പൊ നമ്മുടെ കൂമൻ എന്ന സിനിമയുണ്ടല്ലോ, ജിത്തു ജോസഫിന്റെ കൂമൻ എന്ന സിനിമ ഷൂട്ട് ചെയ്തതും കാവൽ എന്ന സിനിമ ഷൂട്ട് ചെയ്തൊക്കെ ഈ ഒരു മാങ്കാവ് കളത്തിലാണ്. ഇത് പാലക്കാട് ജില്ലയിലാണ്, പല്ലശ്ശേന. എന്റെ വീട്ടിന്റെയൊക്കെ അടുത്താണ്. അതിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് മാങ്കാവ് കളം കേട്ടോ. സോ നമുക്ക് അകത്ത് ചെന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇത് രണ്ട് സൈഡിലും കണ്ടോ ചുമര്, പിന്നെ പഴയ കാലഘട്ടത്തിലുള്ള ആ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കൽപ്പടകളാണ് കേട്ടോ, സ്റ്റെപ്പുകളാണുള്ളത്. ഒരു കുഞ്ഞു ഗേറ്റാണ്. സോ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതാണ് 100 വർഷം പഴക്കമുള്ള മാങ്കാവുകൾ. അപ്പോൾ റീസെന്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു മാങ്കാവ് കളമാണ് കേട്ടോ. അപ്പം എൻ്റെ വീട്ടിൻ്റെയൊക്കെ അടുത്താണ്. എങ്കിലും എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമാണ് ഈ ഒരു വീട് ഷൂട്ട് ചെയ്യണമെന്ന്. പക്ഷെ അതെനിക്ക് സാധിച്ചില്ല. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ റീസെൻ്റ്ലിയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ കുറേ ഡിലേ വന്നത്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് വന്നു. ഈ വീടിൻ്റെ വലത് സൈഡ് ഒരു ഏർമാടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഏർമാടം, അതിന് തൊട്ട് താഴെ കാണുന്നുണ്ട് ഒരു മൂരുവണ്ടിൻ്റെ ചക്രമൊക്കെ. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ചക്രമാണ്. ഒരു കാലത്ത് ഇത് ട്രെൻഡിങ് ആണ്. 2 ചക്രം ഉണ്ടായിരുന്നു. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് എനിക്കും അറിയില്ലായിരുന്നു എവിടെയാണ് ഇങ്ങനെ ഒരു വീട് എന്നുള്ളത്. പിന്നെ ഞാൻ സെർച്ച് ചെയ്തിട്ട് വന്നപ്പോഴാണ് മനസ്സിലായി എൻ്റെ വീടിന്റെ പരിസരത്താണെന്നുള്ളത്. സോ നമ്മൾ എന്തായാലും ഈ ഏർമാടുണ്ട്, ഏർമാടത്തിന്റെ മുകളിലൊന്ന് കയറി നോക്കാം കേട്ടോ. നല്ല കവുങ്ങാട്ടോ, ഇത് കവുങ്ങാണ്. നല്ല വലിയ ഒരു കവുങ്ങിന്റെ തടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ദിസ് ഇസ് ഏർമാടം. സോ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന മൊത്തം പാടങ്ങളാട്ടോ. ഇപ്പൊ കണ്ടെല്ലാം കൊയ്തിരിക്കുകയാണ്. സോ കൊയ്യുന്നതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലെവലും മച്ചാൻ വരെ. കാരണം ഇതിന് മുകളിൽ നിന്ന് നോക്കിയാലുണ്ടല്ലോ ഫുൾ പച്ചപ്പാർന്ന് നിൽക്കുന്ന ഒരു ഏരിയയാണ്. വലത് സൈഡും ഇടത് സൈഡും നടുക്ക് ആ ഒരു വെള്ള കളറിലുള്ള ഒരു മണ്ണിട്ട് റോഡുണ്ടോ, അതിലൂടെ വണ്ടി ഓടിച്ച് വരിക അല്ലെങ്കിൽ നടന്ന് വരുമ്പോഴുള്ള സീനും നോക്കിക്കേ. കാരണം സെന്ററിൽ മാത്രം വഴിയുള്ളൂ. ഇരു സൈഡിലും പച്ചപ്പാർന്ന നമ്മുടെ പഞ്ചകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും. സോ അതെന്തായാലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിൽ ദുഃഖമുണ്ട് എന്തായാലും. ഇതാണ് ഏർമാടത്തിന്റെ ഉൾവശം. താഴത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു മരമാണ് ഈ കാണുന്നത്. ഈ കാണുന്നില്ലേ, ഈ മരത്തിലാണ് ശരിക്കും ഇത് കിട്ടിയിരിക്കുന്നത് കേട്ടോ, ഏർമാടം. മച്ചന്മാരെ ഏർമാടം പൊളിയാട്ടെ. കാരണം ഇതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ കുറേ 2-3 പുസ്തകങ്ങളൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിപ്പോകും. അങ്ങനെ കൂളിംഗ് ആയിട്ടുള്ള ഒരു സംഭവം. കാരണം വെച്ചാൽ പുറമേ നിന്ന് അടിക്കുന്ന കാറ്റുകളും ഇതിനകത്തും ഒരു കൂളിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു വൈബാണ്. പുറത്ത് നോക്കുമ്പോൾ ആരുടെ ശല്യമില്ല. നിശബ്ദതയോടെ ഇരുന്ന് പുസ്തകം വായിച്ച് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ വായിക്കാതെയും നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരികയാണെങ്കിൽ സുഖമായിട്ട് വന്ന് കിടന്നുറങ്ങാം. നല്ല പൊളി സ്ഥലമാണ് ഈ ഏർമാട് എന്ന് പറയുന്നത്. ഈ ഒരു മരത്തിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. താഴെ നിന്നുള്ള മരം എന്ന് പറഞ്ഞില്ലേ, ആ മരത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. സോ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, അത് 100% ഗ്യാരണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ ഈ മാങ്കാവ് കളം എന്ന് പറയുന്നത് ഹോം സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ അത് 8500 രൂപയാണ് പെർ ഡേക്ക് കൊടുക്കുന്നത്. സോ അപ്പൊ ഇനി എന്തായാലും നമുക്ക് താഴെ പോയിട്ട് താഴത്തുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇപ്പൊ ഈ കാണുന്നുണ്ടല്ലോ, ഇതിനകത്ത് നെല്ലൊക്കെ ഇട്ടുവെക്കുന്ന ഒരു റൂമാട്ടോ. അത് പണ്ട് കാലത്ത് തറവാടികളൊക്കെ നെല്ലൊക്കെ ഇട്ടുവെക്കുന്ന ഒരു റൂമുണ്ടല്ലോ, അതാണ് ഇത്. പത്തായപ്പുര എന്നൊക്കെ പറയില്ലേ, ആ കാണുന്നതാണിത്. സോ എന്തായാലും നമ്മളത് ഓപ്പൺ ചെയ്യുന്നില്ല, അകത്തേക്ക് പോകുന്നില്ല. പുറത്തുകൂടെ കാണിച്ചു കേട്ടോ, ഈ സൈഡ് കൂടെ. സംഭവം കിടക്കിയില്ലേ സംഭവം. കാരണം വെച്ചാൽ പഴയ കാലഘട്ടത്തെ കേട്ടോ, പഴയ കാലഘട്ടത്തെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഓടിട്ടിട്ട് നമ്മൾ കണ്ടോ. അതിന്റെ തൂണൊക്കെ കണ്ടോ, ഇത് കണ്ടോ. പഴയ കാലഘട്ടത്തിൽ ഇതാണ് നമ്മുടെ പനയാണ്, പന. ഇത് പന കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന തൂണാണ്. അപ്പൊ പഴയ കാലഘട്ടത്തിൽ അതേ രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് സംഭവം.
മച്ചന്മാർ ഈ വീടിന് മുകളിൽ ഒരു 4 പന നിൽക്കുന്നുണ്ട് കേട്ടോ. ആ പൊളി സംഭവം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പോൾ മച്ചന്മാരെ നമ്മൾ വലത് സൈഡുള്ള വിശേഷങ്ങളാണ് കണ്ടിരിക്കുന്നത്. പത്തായിപ്പുരിയും ഏറുമാടൊക്കെയാണ്. അതുപോലെ തന്നെ എൻ്റെ ഇടത് സൈഡ് ഇവിടെ വലിയ സെറ്റപ്പാണ്. ഒരു 4 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രാവിലെയൊക്കെ വന്നിട്ടേ ചായയും കാപ്പിയൊക്കെ വെച്ച് നമ്മുടെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അല്ലെങ്കിൽ കാറ്റൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കാൻ നല്ലൊരു സുഖമുള്ളൊരു പ്ലേസാണ് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കാരണം വെച്ചാൽ ഇവിടെ വേപ്പ് മരമുണ്ട്. ഈ വേപ്പ് മരത്തിൻ്റെ തണുത്ത ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടും. നല്ല തണുത്തൊരു കാറ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇവിടെ നല്ലൊരു പൊളി വൈബാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുളമുണ്ട്. സോ കുളവും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ മച്ചന്മാർ ഇതാണ് കേട്ടോ കുളം. അത്യാവശ്യം വലിയ ഒരു കുളമാണ്. ഇതിനകത്ത് മീൻ വളർത്താൻ വിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അധികമൊന്നും ഇട്ടില്ല, കുറച്ച് മീനുകൾ വളർത്താൻ വിട്ടിട്ടുള്ളൂ. അപ്പോൾ മച്ചന്മാർ നമ്മളിനി മാങ്കാവ് കളത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ്. കാരണം വെച്ചാൽ 100 വർഷം പഴക്കം ചെന്ന മാങ്കാവ് കളത്തിൻ്റെ അകത്തേക്ക് ചെല്ലുകയാണ്. ഇതിപ്പോൾ നിലവിൽ ഹോം സ്റ്റേ ആണ്. മോക്ഷ സ്റ്റോറീസിന്റെ കീഴിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ 8500 രൂപയാണ് കേട്ടോ പെർ ഡേ ഇത് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ അത് ഹോം സ്റ്റേക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമ ഷൂട്ടിങ്ങിനും ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഹാൾ കേട്ടോ. അപ്പോൾ ഹാളിനകത്തുള്ള വിശേഷം എന്ന് പറയുന്നത് കാണുന്നുണ്ടോ? മയിൽപ്പീലിയും ഒരു പുല്ലാങ്കുഴലും പഴയ ഒരു സെറ്റപ്പാണ്. നല്ല കാണാൻ നല്ല രസമുണ്ട്. സോ ഇതേപോലെ ചെറിയ രീതിയിലുള്ള കൊട്ടയും ഇതൊക്കെയുണ്ട് കേട്ടോ. മഞ്ചാടിക്കുരുവൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ ഫൈൻ. ഇവിടെ ഒരു ഹാർമോണിയം ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല കേട്ടോ. ചേട്ടനിപ്പോ ഇതൊരു ഹാർമോണിയം ഉണ്ട്. സോ നമ്മളിതിൽ തൊട്ട് ഒന്നും ചെയ്യുന്നില്ല എന്തായാലും. ഓക്കെ, ഇത് ഇവിടുത്തെ പഴയ കാലത്തെ ആ ഒരു റേഡിയോ മനുഷ്യന്മാരെ ഇത് ഓർമ്മയുണ്ട് അങ്ങനത്തെ റേഡിയോ. വാവ്, ഇതൊക്കെ എന്റെ നമ്മുടെ കുട്ടിക്കാലത്ത് ആകാശവാണി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ, ഇതിലേക്ക് കേട്ടുകൊണ്ടിരുന്നത്. അത് നൊസ്റ്റാൾജിയാണ് കണ്ടപ്പോ. അപ്പോ ഇതാണ് ഇനി റൂമിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതിപ്പോ AC റൂമാട്ടോ. സോ ഇതിന് 2 സൈഡിലേക്കും ഉണ്ട്. നമുക്ക് 2 സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. സോ ഇതാണ് AC റൂം കേട്ടോ. ഇത് ഡബിൾ കോട്ട് റൂമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ, ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ AC ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ ഓൾറെഡി ഇത് AC റൂമാണ്. അല്ലാതെ തന്നെ നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ കമ്പ്രാന്തലൊക്കെ ഉണ്ട്. പഴയ കാലഘട്ടത്തെ ആ രീതിയിലുള്ള കമ്പ്രാന്തൽ മോഡൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമുണ്ട് ഈ സാധനം. എന്തായാലും പൊളിച്ചു കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതാ ഇവിടെ ഇരിക്കാനുള്ള ഇങ്ങനെ സെറ്റപ്പ് നല്ല 2 പേർക്ക് 2-3 പേർക്ക് ഇരിക്കാനുള്ള ചെയർസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരെ ഇരിക്കാൻ ടീ പോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും അപ്പുറത്തെ റൂം ഒന്നുകൂടി നോക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതേ സെയിം റൂം തന്നെയാണ് അപ്പുറത്തും. അതെ കേട്ടോ. ആ റൂം ഈ റൂം ഏകദേശം സെയിം ആണ്. സെയിം രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ 2 റൂമും AC റൂമാട്ടോ. ഇവിടെ അതേപോലെ തന്നെ ഒരു ടീപോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 2 പേർക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇത് ഡബിൾ കോട്ട് ബെഡ്റൂമാണ്. പിന്നെ അപ്പുറത്തെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് കേട്ടോ. സോ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. സോ ആ റൂമിലെ കമ്പ്രാന്തലും ഈ റൂമിലെ കമ്പ്രാന്തലും തമ്മിൽ ചെറിയൊരു ഡിസൈനിന്റെ വ്യത്യാസമുണ്ട്. എന്തായാലും ഇത് കാണാൻ 2 റൂം പൊളിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ ഈ പില്ലോയിൽ കണ്ടോ, ആനയുടെ ചിത്രമാണ്. സോ ഇതൊക്കെ ഫോറിനേഴ്സിനൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമായിരിക്കും. സോ നമുക്ക് ഭയങ്കര കൗതുകം തന്നെയാണ്. മേൽ വശമൊക്കെ ഒന്ന് നോക്കിക്കുക. കാരണം വെച്ചാല് അതാണ് 100 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇതിന്റെ തടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം 100 വർഷം പഴക്കമുള്ള ഒരു തറവാട് തന്നെയാണിത്. സോ ഇതിനകത്ത് നല്ലൊരു കൂളിംഗ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് പ്രത്യേകിച്ച് AC ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. സോ ഇതിനകത്ത് തൊട്ട് ഫ്രണ്ടിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മള് ഡൈനിങ് റൂം കേട്ടോ. ഓക്കെ, ഇതാണ് ഡൈനിങ് റൂം. 2, 4, 6 ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു ഒരു ഡൈനിങ് റൂമുണ്ട്. സംഭവം ഇതും പൊളിച്ചു കേട്ടോ. പിന്നെ ഇതിനകത്ത് ലൈറ്റ് ഒന്നും ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ ഇതാണ് ഡബിൾ കോട്ട് ആട്ടോ. അത്
ഡബിൾ കോട്ട് നോൺ എ സി റൂമാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എ സിന്റെ ആവശ്യമില്ല, കാരണം അല്ലാതെ തന്നെ നല്ല കൂളിംഗ് ആണ് ഇതിനകത്ത്. സോ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ റൂം. കാരണം നമ്മൾ 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഹോട്ടലിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതേ ലെവലിൽ തന്നെ അവര് ഇവിടെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഡബിൾ കോട്ട് കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഇതിന് മുകളിലൊരു വഴിയുണ്ട് കേട്ടോ. നമുക്ക് മുകളിൽ 2ാം നിലയല്ലേ ഉള്ളത്, കാലിയാണല്ലേ സോക്ക, അതിനകത്തൊന്നും ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ഓക്കെ ഫൈൻ. പിന്നെ അത് കിച്ചൺ അല്ലേ, ഇത് കിച്ചൺ. അപ്പൊ ഇതാണ് കിച്ചൺ. അപ്പൊ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കേരള ഫുഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കേരള ഫുഡ്, അതായത് ഇപ്പൊ ഫോറിനേഴ്സ് ആയാലും പിന്നെ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരായാലും എല്ലാവർക്കും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേരള ഫുഡാണ്. നല്ല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. 8,500 റുപ്പീസിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. പിന്നെ അതിന് അഡീഷണൽ എന്തെങ്കിലും എക്സ്ട്രാ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ ഫുഡ് ബിരിയാണിയോ അങ്ങനെയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കും. പക്ഷെ അതിന് ചെറിയ രീതിയിൽ അവര് അതിന്റേതായിട്ടുള്ള രീതിയിലൊരു എമൗണ്ട് ചാർജ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ അങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ വീടിന്റെ ബാക്ക് വശം എത്തി കേട്ടോ. ബാക്ക് വശത്ത് വലിയ രീതിയിൽ കുറെ മരങ്ങളും ഒക്കെ ഉള്ള, അങ്ങോട്ട് കാട് പോലെയുള്ള മരങ്ങൾ ഏരിയ ഉള്ള. കാരണം നമ്മുടെ പാലക്കാട് അങ്ങനെയാണ്, പാലക്കാട് എന്ന് പറയുന്നത് തന്നെ കാടാണല്ലോ. സോ ഇപ്പൊ ഇവിടെ കുറെ തേങ്ങകളെല്ലാം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. സോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഫ്രഷ് തേങ്ങ. ഇവിടെ തേങ്ങയൊക്കെ ഉണ്ട്, അപ്പൊ അതിൽ നിന്നെല്ലാം എടുത്തിട്ടൊക്കെയാണ് കറി വെച്ചൊക്കെ കൊടുക്കുന്നത്. സോ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മെച്ചപ്പെട്ട അതിന്റെ തൊട്ട് വലത് സൈഡ് തന്നെ ഇവിടെ ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ പഴയ രീതിയിലുള്ള ഓടിട്ട സംഭവം തന്നെയാണ്. ഫാനൊക്കെ ഉണ്ട്. ഇവിടെ നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വെച്ചാൽ ഇതിന് നിലം കണ്ടോ, നിലം സിമെന്റ് ഇതിനെങ്ങനെ എന്താ പറയാ, ഇത് എന്തോ പറയുമല്ലോ, കാവി കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിതിനകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാലിനകത്ത്. അത് കണക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ പഴയ കാലഘട്ടത്തെ തറവാടും അല്ലെങ്കിൽ ഇത്രയും വർഷം പഴക്കം ചെന്ന തറവാട് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു വ്യത്യാസം ഇതൊക്കെ തന്നെയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല, എല്ലാ സിമെന്റും കാര്യങ്ങളൊക്കെ ഇട്ട്. നമ്മൾ പാലക്കാട് ചൂട് അറിയുള്ളൂ. അപ്പൊ ഇങ്ങനെ സിമെന്റും അതെല്ലാം ഇട്ട് വരുമ്പോൾ ഒത്തിരി ചൂട് വരും. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് ഈ തറവാടുകൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും അവർ പോകുന്നതുകൊണ്ടാണ്. മച്ചന്മാർ ഇത് കാണുന്നുണ്ടോ ഈ പൈനാപ്പിൾ? കാരണം വെച്ചാൽ നമ്മൾ പൈനാപ്പിൾ പുറമേ നിന്ന് മേടിച്ചിട്ട് ഇവര് കേട്ടോ, നമ്മൾ മീൻസ് ഇവിടുത്തെ ഉള്ള ആൾക്കാർ മേടിച്ചിട്ട് അതിന് വേസ്റ്റ് ഉണ്ടല്ലോ, അതിന് കുരുക്കൾ ഇട്ടപ്പോ വളർന്നു വന്നതാണ്. ഇതൊരു അപൂർവം തന്നെയാണ്. കാരണം പെട്ടെന്നൊന്നും ഇങ്ങനെ ഈ സാധനം വരില്ല, വളർന്നു വരില്ല. പക്ഷെ എന്തായാലും ഇങ്ങനെ സംഭവം വളർന്നു വന്നിട്ടുണ്ട്. ഇത് പഴുക്കുകയാണെങ്കിൽ ചേട്ടന്മാര് എടുത്ത് പൂശുമെന്ന് വിചാരിക്കുന്നു. മച്ചന്മാര് ഈ കാണുന്ന മരം ഉണ്ടല്ലോ, ഇത് അരിനെല്ലിക്ക എന്ന് പറഞ്ഞിട്ട്. അരിനെല്ലിക്ക എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുരുവൊക്കെ വളരെ ചെറുതായിരിക്കും. അപ്പൊ നമ്മൾ അത് വായിലിട്ട് കടിച്ച് നമുക്ക് മൊത്തം കഴിക്കാൻ പറ്റും. ഈ കാണുന്ന മരം ഇരുമ്പാമ്പുളി. അത് നമ്മൾ എന്തിനുള്ളതാണ് ഏട്ടാ ശരിക്കും? അച്ചാറിടാനൊക്കെ ഉള്ള ഇരുമ്പാമ്പുളി. അതെ, മീൻ കറിയിലിടാനും അല്ലെങ്കിൽ അച്ചാറൊക്കെ ഇടുന്നതിനുള്ള ഇരുമ്പാമ്പുളി എന്ന് പറഞ്ഞൊരു മരമാണ്. പിന്നെ ഇതിന്റെ തൊട്ടിപ്പുറത്തൊരു മരമുണ്ട്. ഇതാണ് നാഴി നെല്ലിക്ക എന്ന് പറയും. നേരത്തെ പറഞ്ഞത് അരിനെല്ലിക്ക. ഇതിനകത്ത് വലിയ കുരുവാ. അപ്പൊ ഇതിനകത്ത് നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ കുരു കടിച്ച് പൊട്ടിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് കുടിച്ചാലുണ്ടല്ലോ തൊണ്ടയിലൊരു തണുപ്പൊരു ഫീൽ ചെയ്യും, ഒരു സ്വാദുണ്ട്. അതൊരു ഒന്നൊന്നര പൊളി ടേസ്റ്റാണ്. അപ്പൊ മച്ചന്മാരെ, ഇതാണ് 100 വർഷം പഴക്കം ചെന്ന നമ്മുടെ മാങ്കാവ് കളം കേട്ടോ. ഇത് എവിടെ നിലനിൽക്കുന്നത് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ പല്ലശ്ശേരിയിലാണ്. അതായത് നമ്മുടെ കൊല്ലങ്കോട് നിന്ന് വരുന്ന ആൾക്കാര് ആലത്തൂര് നെന്മാറ റൂട്ട്, പല്ലാവൂർ വഴി പോകുന്ന ആലത്തൂര് നെന്മാറ റൂട്ടിലാണ് ഇത് ഉള്ളത്. ഇത് റോഡ് സൈഡ് തന്നെയാണ്, നിങ്ങൾക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. എനിക്ക് ആകെയുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ പാടങ്ങള് പഞ്ച നിൽക്കുന്ന സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പച്ചപ്പാടുന്ന ആ ഒരു ഏരിയ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. പച്ചയായിട്ടുള്ളൊരു സീനിയറായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതിലുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ കാവൽ എന്ന് പറയുന്ന സിനിമയിൽ സുരേഷ് ഗോപി ഒളിഞ്ഞിരിക്കുന്നത് ഈ വീട്ടിനകത്താട്ടോ. ഇതിന് മുകളിൽ മച്ചൻ തട്ടിൽ അവിടെ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ കൂമൻ എന്ന സിനിമയിൽ ആസിഫ് അലി മോഷ്ടിക്കാൻ വരുന്നത് ഈ വീട്ടിലാണ്. അതിനുശേഷം ഓടിപ്പോകുന്നത് ഈ ഫ്രണ്ട് വഴിയാണ്. ആനന്ദം പരമാനന്ദം എന്ന് പറയുന്ന സിനിമയും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അങ്ങനെ ഒത്തിരി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. കാര്യം ഇതിപ്പോ നിലവിലെ മോക്ഷ സ്റ്റോറീസിന്റെ കീഴിലാണ് ഈ മാങ്കാവ് കളം ഉള്ളത്. ഇപ്പോൾ ഹോം സ്റ്റേ ആയിട്ടാണ് അവർ നടത്തിക്കൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻ, ഇപ്പൊ സിനിമക്കാർക്ക് ലൊക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നതിനും ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലോക്കൽസിനും കൊടുക്കുന്നുണ്ട്, ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് 100 വർഷം പഴക്കം ചെന്ന പാലക്കാട് ജില്ലയിലെ മാങ്കാവ് കളം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.